ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന പേപ്പറിൽ പൊതുവെ കുറച്ച് ടഫായിട്ട് തോന്നുന്ന ഒരു പേപ്പറാണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി. അപ്പോൾ നമുക്ക് ബേസായിട്ടുള്ള അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ബേസായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഓരോ ക്ലാസ്സുകളും ഈസി ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, വാട്ട് ഈസ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഹാസ് ബീൻ ടേംഡ് ആസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് പോലെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ്, ബിസിനസ്സിൽ നടക്കുന്ന ഇൻഫോർമേഷൻ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻസ് ഓരോ ദിവസവും നടക്കുന്നുണ്ടാവും. ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ബിസിനസ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഒരു ബിസിനസ്സിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനെയും ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നല്ല സിസ്റ്റമാറ്റിക്കൽ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് പ്രൊസീജിയർ വഴി നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് to various parties who are interested in it. അപ്പം ബിസിനസ്സിൻ്റെ ഇൻഫോർമേഷൻ അറിയേണ്ടത് ആരൊക്കെയാണോ അല്ലെങ്കിൽ ആരൊക്കെയാണ് ബിസിനസ്സിൻ്റെ വിവരങ്ങൾ അറിയാനുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, അവർക്കെല്ലാം ശരിക്കുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ട് ബിസിനസ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്. ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനെയും നല്ല സിസ്റ്റമാറ്റിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് ആർക്കൊക്കെയാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇൻഫോർമേഷൻ അതിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഇൻട്രൊഡക്ഷൻ അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ, അത് നിർബന്ധമായിട്ടും ഏതൊരു കൊമേഴ്സ് സ്റ്റുഡൻസും പഠിച്ച് വെക്കേണ്ടത് തന്നെയാണ്. അതായത് അക്കൗണ്ടിങ് ടു AICPA, ഫുൾ ഫോം നമുക്കറിയാം, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. 1941 അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂ, ചെയ്യാൻ കഴിയുള്ളൂ. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് എന്തിൻ്റെയൊക്കെ ആർട്ടാണ്? റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനെയും കറക്റ്റ്ലി ആയിട്ട് അതിൻ്റെ സിസ്റ്റമാറ്റിക്കൽ ഓർഡറിൽ എന്ത് ചെയ്ത് വെക്കുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. പിന്നെ ഈ റെക്കോർഡ് ചെയ്ത് വെച്ച ഡാറ്റകളെ അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും സ്വഭാവം അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇപ്പോൾ പല ട്രാൻസാക്ഷനും പല രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് നോക്കിയിട്ട് അതിനെ വേർതിരിക്കുക എന്നുള്ളതാണ് ക്ലാസിഫൈങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഡാറ്റകളെയും എന്ത് ചെയ്യാണ്, എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടൊരു സമ്മറൈസ്ഡ് ഫോമിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത് ഇൻ ടേംസ്, എല്ലാ ട്രാൻസാക്ഷനും എഴുതി വെക്കുന്നത് ഇൻ ടേംസ് ഓഫ് മണിയാണ്. ഇത്ര എമൗണ്ടിന് എന്ന് പറഞ്ഞിട്ടുള്ള മണി മെഷറബിൾ ആയിട്ടാണ് നമ്മൾ ഓരോന്നും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അപ്പം ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ഇവൻറ്റ്സുകളും ഓരോ ട്രാൻസാക്ഷൻസും ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ആയിരിക്കും. അപ്പം അതിൻ്റെ റിസൾട്ട് ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷന് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് കറക്റ്റായിട്ടുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കലയെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ്
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഈ ഒരു അക്കൗണ്ടിങ്ങിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡെഫിനിഷനും ഓരോരുത്തരും പഠിച്ച് വെക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്നും അതിൻ്റെ ഒരു ഡെഫിനിഷനും. പിന്നെ അതിലെ മെയിനായിട്ടുള്ളൊരു ഭാഗം ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ബിസിനസ്സിൽ ചെയ്യുന്നത്? ഫസ്റ്റ്ലി ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. അപ്പം ബിസിനസ്സിൽ നടക്കുന്ന റെക്കോർഡ്സുകളെയൊക്കെ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ബിസിനസ്സിലെ ഓരോ റെക്കോർഡ്സുകൾ, നമ്മൾ പറഞ്ഞ ഓരോ ട്രാൻസാക്ഷനും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും എന്നുള്ളത്. നല്ലൊരു റെക്കോർഡ് കീപ്പ് ചെയ്യും. ബിസിനസ്സിൻ്റെ റെക്കോർഡ്സുകളെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നുണ്ട് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ബിസിനസ് നടത്തുന്നത് തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ്, മാക്സിമൈസ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ പ്രോഫിറ്റോ ലോസോ, പ്രോഫിറ്റ് മാത്രമായിരിക്കില്ല, ചില സമയത്ത് അത് നഷ്ടവും സംഭവിക്കാം. ലാഭമോ, ഒരു ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു അക്കൗണ്ടിങ് രീതി ഫോളോ ചെയ്യുന്നതിലൂടെയാണ്. അപ്പം ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, സെക്കൻഡ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റോ ലോസോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ ടു നോ ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു ബിസിനസ് ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് യൂസേഴ്സ്. ഇപ്പം പല യൂസേഴ്സും ഉണ്ടാവും അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കിട്ടണ്ടേ. കസ്റ്റമേഴ്സ് ഉണ്ടാവാം, സപ്ലയേഴ്സ് ഉണ്ടാവാം, മാനേജേഴ്സ് ഉണ്ടാവാം, അതിലെ ഓണേഴ്സ് ഉണ്ടാവാം, എംപ്ലോയീസ് ഉണ്ടാവാം, അങ്ങനെ പല പാർട്ടീസും ഉണ്ടാവും. അപ്പം ഇവർക്കെല്ലാം ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളത്, ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അവൈലബിൾ ആക്കുക എന്നുള്ളതും എന്തിൻ്റെ ഒബ്ജക്റ്റീവാണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവിൽ പെട്ടതാണ്. അപ്പം 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ബിസിനസ്സിൻ്റെ റെക്കോർഡ്സുകളെല്ലാം കീപ്പ് ചെയ്യുക, പ്രോഫിറ്റോ ലോസോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനും, ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും, പിന്നെ ഇൻഫോർമേഷൻ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക? അവൈലബിൾ ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. പിന്നെ അക്കൗണ്ടിങ്ങിന് ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ പറയുന്ന ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ഏതൊക്കെ തരത്തിലുണ്ട്, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയാം നമുക്ക്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചസ്, ഏതൊക്കെ രീതിയിലുള്ള അക്കൗണ്ടിങ് ആണ് നമുക്ക് പഠിക്കാനുണ്ടാവുക? ഫസ്റ്റ്ലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സെക്കൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, തേർഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പം കൊമേഴ്സിലേക്ക് കടക്കുന്ന കുട്ടികളിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ ക്ലാസ്സുകളിലും നമുക്ക് ഇതിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ട് മാത്രം നമുക്ക് ഒരു സെമ്മിൽ ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ ഒരു വർഷം പഠിക്കാനുണ്ടാവും. അതേപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെപ്പറേറ്റ് പഠിക്കാനുണ്ടാവും. പിന്നെ അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് സെപ്പറേറ്റ് പഠിക്കാനുണ്ടാവും. ഇതൊക്കെ അക്കൗണ്ടിങ്ങിൻ്റെ സെപ്പറേറ്റ് ബ്രാഞ്ചസ് ആണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഫസ്റ്റ്ലി പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇറ്റ് ഈസ് ദ ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ് ആണ്. ബിസിനസ്സിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫോം ഏതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അവരുടെ ക്യാപിറ്റൽ ലെവൽ, അസറ്റ് ലെവൽ ഏത് രീതിയിൽ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ലയബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ആ ഒരു പേരിൽ തന്നെയുണ്ട് മാനേജ്മെൻറ്റ്. ബിസിനസ്സിലെ മാനേജ്മെൻറ്റിന്, ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ടൈപ്പാണ് എന്ത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെയാണ് എന്ത് പറയുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം.
ഒരു ബിസിനസ്സിലെ മാനേജ്മെൻറ്റ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാവും, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, പല തരത്തിലുള്ള മാനേജേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെ അവർ എടുക്കുന്ന ആ ഒരു ഓരോ രീതിക്കനുസരിച്ച് അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലേക്ക് ഹെൽപ്ഫുള്ളായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. പിന്നെ തേർഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വിലയാണ്. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ആസ് അസർട്ടൈൻഡ് ആൻഡ് കൺട്രോൾ. പ്രൊഡക്റ്റിനോ, ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റോ സർവീസോ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണല്ലോ. അപ്പോൾ പ്രൊഡക്റ്റിനോ സർവീസിനോ വരുന്ന കോസ്റ്റുകൾ എത്രത്തോളം ഉണ്ട്? കോസ്റ്റ് കൂടുതലാണെങ്കിൽ അവിടെ എന്താവും? നഷ്ടത്തിലേക്ക് പോകാം. അപ്പം കോസ്റ്റ് എത്രയുണ്ട് എന്നും അതിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള അക്കൗണ്ടിങ് വർക്ക് ചെയ്യാന്നുള്ളതാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ബ്രാഞ്ചസ് ആണ്, അല്ലെങ്കിൽ 3 ടൈപ്സ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ബിസിനസ്സിലെ മാനേജേഴ്സിന് കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് അക്കൗണ്ടിങ്, പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് എത്രയാണെന്നും അത് എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതുമാണ് ഏതുകൊണ്ട് ഉപയോഗിക്കുന്നത്? ഈ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് യൂസ്ഫുൾ ആവുന്നത്. അപ്പം ഇത്രയാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. പിന്നെ ആ ഒരു ഭാഗത്തുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പഠിക്കേണ്ട വേറൊരു പോയിൻ്റാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഇപ്പോൾ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ബുക്ക് കീപ്പിംഗ് മീൻസ് നമ്മൾ ബുക്ക് കീപ്പ് ചെയ്യുക, ബിസിനസ്സിൻ്റെ റെക്കോർഡ്സുകളെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. ബുക്ക് കീപ്പിങ്ങിൽ എന്താ പറയുന്നത്? മിയർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. രണ്ടും ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെ റെക്കോർഡ് ചെയ്ത് വെക്കുക തന്നെയാണ്. എന്നാൽ ബുക്ക് കീപ്പിങ്ങിൽ മിയർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് വെറും ഒരു റെക്കോർഡിംഗ് മാത്രമാണ്. അവിടെ ഒരു സിസ്റ്റമാറ്റിക്കൽ ഓർഡറോ ക്ലാസിഫിക്കേഷനോ സമ്മറൈസിങ്ങോ ഒന്നും ഏതിൽ വരുന്നില്ല? ബുക്ക് കീപ്പിങ്ങിൽ വരുന്നില്ല. അപ്പം എന്നാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നതോ ആക്ച്വൽ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസിൻ്റെ കറക്റ്റായിട്ടുള്ള റെക്കോർഡിംഗ് ഏതിലാണ് വരുന്നത്? അക്കൗണ്ടിങ്ങിലാണ് വരുന്നത്. പിന്നെ വേറെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത് വർക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ക്ലറിക്കൽ വർക്ക്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് സ്പെഷ്യൽ നോളജ്. ബുക്ക് കീപ്പിംഗ് വർക്ക് ക്ലറിക്കൽ വർക്കിലാണ് ഉൾപ്പെടുന്നത്. ക്ലർക്കുമാരൊക്കെ ചെയ്യുന്ന ഒരു വർക്കാണ്. അതിനെന്തില്ല? സ്പെഷ്യലായിട്ടുള്ള അറിവിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എന്നാൽ അക്കൗണ്ടിങ്ങിലോ ഇറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ. അക്കൗണ്ടിങ് വർക്ക് ചെയ്യണമെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ നോളജ് ആൻഡ് സ്കിൽസ്, ഒരു കഴിവ് തന്നെ വേണം. പിന്നെ വേറൊന്ന് പറയുന്നു, ബുക്ക് കീപ്പിംഗ് യൂഷ്വലി പെർഫോംഡ് ബൈ അക്കൗണ്ട്സ് ക്ലർക്ക്. അക്കൗണ്ട്സ് ക്ലർക്കുകളാണ് ബുക്ക് കീപ്പിംഗ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. എന്നാൽ അക്കൗണ്ടിങ്ങോ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദി ക്വാളിഫൈഡ് അക്കൗണ്ടൻറ്റ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ടൻ്റ് ആണ് എന്ത്? അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് പറയുന്നത്. ഒന്നും കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താം. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റെക്കോർഡിംഗ് മാത്രമാണ്. അവിടെ ഒരു സിസ്റ്റമാറ്റിക്കൽ ഓർഡർ ഒന്നും വരുന്നില്ല. അവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ക്ലർക്കുമാർക്ക് ചെയ്യാം. ഒരു ക്ലറിക്കൽ വർക്കാണ്. അവിടെ സ്പെഷ്യൽ നോളജിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എന്നാൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം സിസ്റ്റമാറ്റിക്കൽ ഓർഡറിൽ ആക്ച്വൽ റെക്കോർഡിംഗ് ആണ് അതിൽ വരുന്നത്. ഇതിന് സ്പെഷ്യലായിട്ടുള്ള നോളജും സ്കില്ലും ഒക്കെ ആവശ്യമാണ്. പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടൻ്റ് ആണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പം ഫസ്റ്റ്ലി നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് ടേംസുകളുണ്ട്, ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസുകൾ. ഇനി വരുന്ന ഓരോ പാർട്ടിലും നമ്മൾ യൂസ് ചെയ്യുന്ന, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന, കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ്ലി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തും നമ്മൾ പറഞ്ഞു വന്നതാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്? ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ഇടപാടുകളെയും നമ്മൾ എന്താ പറയുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നാണ് പറയാം. ബിസിനസ്സിൽ കുറച്ച് ഗുഡ്സുകൾ വാങ്ങുന്നുണ്ടാവും, വിൽക്കുന്നുണ്ടാവും, ക്യാഷിന് വിൽക്കുന്നുണ്ടാവും, കടമായിട്ട് വിൽക്കുന്നുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ട്രാൻസാക്ഷൻസും നടക്കും.
പല ഇടപാടുകളും ബിസിനസ്സിൽ നടക്കും. എന്നാൽ ഈ ഇടപാടുകൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് പറയുന്നത്. ട്രാൻസാക്ഷൻസ്, ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഈ നോട്ടിൽ കാണിച്ചിട്ടില്ലെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പം എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇടപാട് നടക്കുന്ന സമയത്ത് തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ക്യാഷ് ആ ഒരു സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടാണ് ഗുഡ്സ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ക്യാഷ് വാങ്ങിയിട്ടാണ് ഗുഡ്സ് വിൽക്കുന്നതെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ എന്ത് പറയാം? ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. എന്നാൽ അവിടെ വേറൊരു ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. കടത്തിന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ് എന്ത്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. പിന്നെ രണ്ടാമത്തെ ടേമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. അത് പ്രധാനമായിട്ടും 2 സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടിലായിട്ട് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ആ ഒരു പേരിൽ തന്നെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ക്ലാസ്സിലും പഠിക്കാനുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന്, ബാലൻസ് ഷീറ്റ് എന്താണെന്നും അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലാഭനഷ്ടം കണക്കാക്കുന്ന അക്കൗണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ ബാലൻസ് ഷീറ്റ്, ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആക്കുക, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താവണം? 2 ഭാഗവും ഈക്വൽ ആവണം. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, ഓരോ വർഷത്തിൻ്റെയും അവസാനം, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെയും എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. അപ്പം 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പിന്നെ 3rd ടേം അസറ്റ്സ്. അസറ്റ്സ് മീൻസ് ആസ്തിയാണ്. ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള മെറ്റീരിയൽ തിങ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രം അതേഴ്സ്, അത് ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള ആസ്തിയാണ് എന്ത് പറയുന്നത്? അസറ്റ്സ് എന്ന് പറയാം. ഈ അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് വേറെ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അസറ്റ്സ് പ്രധാനമായിട്ടും 2 ടൈപ്സ് ആണ്, ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന അസറ്റുകളെയാണ് എന്ത് പറയുന്നത്? ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. എന്നാൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ സ്ഥിരമായിട്ടൊന്നും നിൽക്കുന്നില്ല, ഒരു വർഷത്തിൻ്റെ ഇടയ്ക്കൊക്കെ വന്നും പോയും നിൽക്കുന്ന അസറ്റ്സുകൾ. അതായത് ക്യാഷ് അറ്റ് ബാങ്ക്, ഇതൊക്കെ എന്താണ്? ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, അവിടെ കൊടുക്കും കിട്ടും, ആ ഒരു രീതിയിലാണ്, കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു ബിസിനസ്സിൽ ഒരു വർഷത്തിൽ കൂടുതൽ സ്ഥിരമായിട്ട് നിൽക്കാതിരിക്കുന്ന അസറ്റുകളെയാണ് എന്ത് പറയുക? കറണ്ട് അസറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ അവിടെ സ്ഥിരമായിട്ടുണ്ടാവും, ഒരു വർഷത്തിൽ കൂടുതൽ കാലം സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ ഉള്ള മെഷീനറി, ഫർണിച്ചർ, ബിൽഡിങ്, ഇതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റിലാണ് ഉൾപ്പെടുന്നത്. എന്നാൽ കറണ്ട് അസറ്റ് ഒക്കെ എന്താണ്? സ്റ്റോക്ക് ഒക്കെ എന്താണ്? കറണ്ട് അസറ്റാണ്. സ്റ്റോക്കൊക്കെ ചിലപ്പം ഒരു വർഷം അത്രയും നീണ്ടു നിന്നോളണമെന്നില്ല, അവിടെ എന്താവും? കുറയും അല്ലേ? ചിലപ്പം കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഒരു വർഷത്തിൽ കൂടുതലൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല, കറണ്ട് അസറ്റുകളെ കണക്കാക്കുന്നില്ല. അപ്പോൾ ഫിക്സഡ് അസറ്റുകളിൽ തന്നെ 4 ടൈപ്സ് ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ടാഞ്ചിബിൾ അസറ്റ്സ്, സെക്കൻഡ് വൺ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, വാസ്റ്റിംഗ് അസറ്റ്സ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ഇത് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ് അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷന്. അപ്പം ടാഞ്ചിബിൾ അസറ്റ്സ് മീൻസ് നമുക്ക് കാണാനോ തൊടാനോ ഒക്കെ പറ്റുന്ന ഒരു ഫിസിക്കൽ ഷേപ്പുള്ള ബിസിനസ്സിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന അസറ്റുകളെയാണ് എന്ത് പറയുന്നത്? ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഉണ്ട്. മെഷീനറി, ഫർണിച്ചർ, ബിൽഡിങ്, ലാൻഡ്, ഇതൊക്കെ എന്താണ്? ടാഞ്ചിബിൾ അസറ്റ്സ് ആണ് അല്ലേ? നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും, ഒരു ഫിസിക്കൽ ഷേപ്പ് ഉണ്ട് അതിന്. അതാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. എന്നാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അവിടെ എന്തില്ല? നമുക്ക് കാണാൻ കഴിയില്ല അസറ്റിനെ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എന്നാൽ അത് ഫിക്സഡ് ആണ്, കുറേ കാലം ബിസിനസ്സിൽ നിൽക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലൊരു സൽപ്പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗുഡ് വിൽ,
ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് കുറേ കാലം കൊണ്ട് ആ ഒരു സ്ഥാപനം നേടിയെടുത്തിട്ടുള്ള ഒരു അസറ്റാണ്. അവരുടെ സൽപ്പേര് അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറയും. ഇതെന്താണ്, നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും കഴിയില്ല. അപ്പം അത്തരം ഫിക്സഡ് അസറ്റാണ് ഏതിൽ വരുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ ഉൾപ്പെടുന്നത്. പിന്നെ തേർഡ് വൺ വാസ്റ്റിംഗ് അസറ്റ്സ്. നമ്മൾ കുറേ കാലം നിൽക്കും, എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് വരുന്നുണ്ട്, അതിന് കുറവ് വരുന്നുണ്ട് അല്ലേ. വിച്ച് എക്സോസ്റ്റ് ടു എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ആർ കോൾഡ് വാസ്റ്റിംഗ് അസറ്റ്സ്. യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്ന അസറ്റ്സുകളെയാണ് എന്ത് പറയുന്നത്, വാസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയാം. എക്സാമ്പിൾ കോറീസ്, മൈൻസ്, ഓയിൽ ഫീൽഡൊക്കെ. ഓയിലൊക്കെ ഇങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് ആ അസറ്റിൽ കുറവ് വരും അല്ലേ. അത് വീണ്ടും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. അപ്പം ഒരു കോറി ആണെങ്കിലും കല്ലിങ്ങനെ നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ആ കല്ല് വീണ്ടും അവിടെ നിർമ്മിച്ച് വരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയുന്നില്ല. യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു തരത്തിലുള്ള അസറ്റുകളാണ് എന്ത്, വാസ്റ്റിംഗ് അസറ്റിൽ ഉൾപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എന്തില്ല, നോ റിയൽ വാല്യൂ, കറക്റ്റ് ഒരു വാല്യൂ ഇല്ലാത്ത അസറ്റുകളാണ് എന്ത് പറയുന്നത്, ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന്. എന്നാൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ അതൊരു വാല്യൂ എഴുതും. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ റീസൺ വെച്ചുകൊണ്ട് ഒരു എമൗണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കും. എന്നാൽ അതിനെന്തില്ല, ഒരു കറക്റ്റായിട്ടുള്ള ഒരു റിയൽ വാല്യൂ ഇല്ലാത്ത അസറ്റുകളാണ് എന്ത് പറയുന്നത്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയാം. അപ്പം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണിത്, ഫിക്സഡ് അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ടാഞ്ചിബിൾ അസറ്റ്സ് കാണാനും ഫിസിക്കൽ ഷേപ്പുള്ള അസറ്റ്സുകളാണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഷേപ്പും ഇല്ല, നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റാത്ത അസറ്റുകളാണ്. വാസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എക്സോസ്റ്റഡ് ആവുന്ന അസറ്റാണ്. യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഉണ്ടാവുന്നില്ല, അത് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു റിയൽ വാല്യൂ ഇല്ല, എന്നാൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസിൻ്റെ ബേസിൽ ഇത്ര പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കും. എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഷെയർസിനും ഡിബഞ്ചേഴ്സിനും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം അത് ഡിസ്കൗണ്ടിൽ പല മാറ്റങ്ങളും ഉണ്ടാവാം. അത് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസിൻ്റെ ബേസിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഈ അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനും നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. പിന്നെ അതേപോലെ വേറൊരു ടേമാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് മീൻസ് ബാധ്യതയാണ്. ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതകളെയാണ് എന്ത് പറയാം, ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുന്ന ബാലൻസ് ഷീറ്റിൽ എടുക്കുന്ന 2 ഐറ്റത്തിൽ പെടുന്നതാണ് അസറ്റ്സും ലയബിലിറ്റീസും. 2 സൈഡ്. അത് പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്താണ് ബാലൻസ് ഷീറ്റ് എന്നൊക്കെ. ഇതൊരു സിറ്റുവേഷനിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലയബിലിറ്റീസും 2 ടൈപ്സ് ആണ്, കറണ്ട് ലയബിലിറ്റീസ്, ഫിക്സഡ് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് മീൻസ് കറണ്ട് പീരീഡിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് കൊടുത്ത് തീർക്കേണ്ട ബാധ്യതകളെയാണ് എന്ത് പറയുന്നത്, കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. എന്നാൽ അതിൽ ഫിക്സഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്കൊന്നും അത് കൊടുത്ത് തീർക്കാനുള്ള ബാധ്യതയല്ല, അത് ഒരു വർഷത്തിൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന ബിസിനസ്സിൻ്റെ ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. എക്സാമ്പിൾ ഒരു ലോങ് ടേം ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷം കൊണ്ടല്ല അത് അടിച്ചു തീർക്കുന്നത്, കുറേ വർഷങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പം ഷോർട്ട് പീരീഡിലേക്കുള്ള ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ് കറണ്ട് ലയബിലിറ്റി. എന്നാൽ ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ലോങ് പീരീഡ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റിയാണ്. പിന്നെ നെക്സ്റ്റ് വേറൊരു ടേമാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ മീൻസ് മൂലധനം. ഒരു ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവരുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഓണർ അതിന് വേണ്ടിയിട്ട് മുടക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയാം. അത് ഗുഡ്സ് ആവാം, മെഷീനറി ആവാം, ക്യാഷ് ആവാം, എന്തും ആവാം. ഒരു ബിസിനസ്സിൽ അതിൻ്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ കൊണ്ട് മീൻ ചെയ്യുന്നത്, അത് മൂലധനം. പിന്നെ വേറൊരു ടേമാണ് ഡ്രോയിങ്സ്. ഈ ക്യാപിറ്റലിൽ നിന്നും ബിസിനസ്സിൻ്റെ ഓണർ ആ ഓണറുടെ സ്വന്തം ആവശ്യത്തിന്, അതാണ് പേഴ്സണൽ യൂസ് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്.
ക്യാപിറ്റലിൽ നിന്നും ബിസിനസ്സിൻ്റെ ഓണർ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ പിൻവലിക്കുന്ന എമൗണ്ടിനെയാണ് ഏതിൽ പറയുന്നത് നമ്മൾ ഡ്രോയിങ്സിൽ ഉൾപ്പെടുന്നത്. എന്നാൽ ഈ ഓണർ ക്യാപിറ്റലിൽ നിന്നും അവരുടെ പേഴ്സണൽ യൂസിനല്ല വേറെ എന്തെങ്കിലും ഓഫീസ് യൂസിനാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ഡ്രോയിങ്സിൽ പെടുന്നില്ല. അത് ക്യാഷ് വിഡ്രോ ചെയ്തു എന്ന് മാത്രമാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പം ക്യാപിറ്റൽ ഡ്രോയിങ്സ് അത് റിലേറ്റഡ് ആണ്. ക്യാപിറ്റലിൽ നിന്നും ബിസിനസ്സിലെ ഓണർ അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത് ഡ്രോയിങ്സ് എന്ന് പറയാം. പിന്നെ വേറൊരു ടേമാണ് റവന്യൂസ്. റവന്യൂ മീൻസ് വരുമാനം. അപ്പം ബിസിനസ് അവരുടെ പ്രൊഡക്റ്റോ സർവീസോ കസ്റ്റമർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൂടി ഏൺ ചെയ്യുന്ന എമൗണ്ടാണ് എന്ത് റവന്യൂ എന്ന് പറഞ്ഞാൽ. ഏതൊരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഗുഡ്സിലും സർവീസിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു പലചരക്ക് കടയാണെങ്കിൽ അവിടെയുള്ള ഗുഡ്സ് സ്റ്റേഷനറി ഗുഡ്സ് ആയിരിക്കും. എന്നാൽ ഒരു ഫേർണിച്ചർ ഷോപ്പാണെങ്കിൽ അവിടെയുള്ള ഗുഡ്സ് എന്തായിരിക്കും ഫേർണിച്ചർ ആയിരിക്കും അവർ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങുന്നത്. അപ്പം ഏതൊരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ്സിൽ ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നതിൽ കസ്റ്റമേഴ്സിന് വിൽക്കുന്നതിൽ കൂടി ആ ഒരു സ്ഥാപനം നേടുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത് റവന്യൂ എന്ന് പറയാം. അതേപോലെ എക്സ്പെൻസ്. ഈ റവന്യൂ ഈ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൽ ചിലവാക്കുന്ന പണത്തെയാണ് എന്ത് പറയുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ ദി ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂസ്. റവന്യൂ നേടാൻ വേണ്ടിയിട്ട് ബിസിനസ്സിന് ചിലവാകുന്ന കോസ്റ്റാണ് എന്ത് എക്സ്പെൻസ്. പിന്നെ എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണയായി അത് ലോങ് ടേം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ റവന്യൂ നേടാൻ വേണ്ടിയിട്ട് മാത്രമല്ല എന്താണ് ഒരു ബിസിനസ്സിൽ ചിലപ്പം ഫർണിച്ചർ വാങ്ങുക, ബിൽഡിങ്, ഇതൊക്കെ എന്താണ് ലോങ് ടേം ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ്. അപ്പം സാധാരണയായിട്ട് അതൊരു ഹ്യൂജ് എമൗണ്ടും ആയിരിക്കും. അങ്ങനെ തരത്തിലുള്ള കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. യൂഷ്വലി ഇറ്റ് ഈസ് ലോങ് ടേം ഇൻ നേച്ചർ. സാധാരണയായിട്ട് എക്സ്പെൻഡിച്ചർ ലോങ് ടേമിലാണ് പറയാറുള്ളത്. എക്സ്പെൻഡിച്ചർ തന്നെ 2 ടൈപ്സ് പറയുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ട് വരുന്ന ചിലവുകൾ, മെഷീനറി വാങ്ങുക, ഫർണിച്ചർ വാങ്ങുക, ബിൽഡിങ് വാങ്ങുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കുന്ന പണമാണ് എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് എന്താ പറയുന്നത് എക്സ്പെൻസ് വിത്ത് എ ഇയർ. ഒരു വർഷത്തിൽ കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പം മെയിനായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന എമൗണ്ടിൻ്റെ ബെനിഫിറ്റ് കുറേ കാലം കിട്ടും. അത് ഇപ്പോൾ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിലും ബിൽഡിംഗ് ഒക്കെ വാങ്ങുകയാണെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. ഒരു വർഷം കൊണ്ട് കിട്ടി തീരുന്നില്ല, നെക്സ്റ്റ് ഇയറിലും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ഒരു വർഷത്തിൽ കൂടുതൽ കാലം ഈ ചിലവാക്കുന്നതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ എന്താ പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആ പോയിൻ്റ് ഓർത്ത് വെക്കുക. ഒരു വർഷത്തിൽ കൂടുതൽ കാലം ഈ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അങ്ങനെയല്ല. ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കും. ഒരു ഷോർട്ട് ടേം എക്സ്പെൻഡിച്ചറാണ് എന്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇതാണ് എക്സ്പെൻഡിച്ചറിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ലോസ് മീൻസ് നഷ്ടം. ബിസിനസ്സിന് ലാഭം മാത്രമായിരിക്കില്ല, എക്സസ് എക്സ്പെൻസ് ഓവർ റവന്യൂവിലും കൂടുതൽ ചെലവ് വരികയാണെങ്കിൽ ആ കേസിനെ നമുക്ക് എന്ത് പറയാം ലോസ് ആണെന്ന് പറയാം. വരുമാനത്തിലും കൂടുതൽ ചെലവ് വരികയാണ് അല്ലെങ്കിൽ ഇൻകത്തിലും കൂടുതൽ എക്സ്പെൻസ് വരികയാണെങ്കിൽ. നെക്സ്റ്റ് ഇൻകം മീൻസ് എന്താണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന പണമാണ് എന്ത് എക്സ്പെൻസ്. എന്നാൽ എക്സ്പെൻസും ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് ഇതിൽ കൂടി നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൂടി നേടുന്നതാണ് എന്ത് റവന്യൂ. ഈ റവന്യൂ കൂടാതെ ഇൻകം എന്ന് പറയുന്നതും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താ അതിൽ പറയുന്നത്? ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് വർത്ത് ഓഫ് ഓർഗനൈസേഷൻ ഐദർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റി ഓർ അതർ ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിൽ കൂടി മാത്രം ആയിക്കൊള്ളണം എന്നില്ല ഈ ബിസിനസ്സിന് കിട്ടുന്ന ഏണിങ്.
എന്നാൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ കൂടി മാത്രം നേടുന്നതാണ് റവന്യൂ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ കൂടി മാത്രം ആവണമെന്നില്ല. ആ ഓർഗനൈസേഷൻ്റെ അതർ ആക്ടിവിറ്റീസിൽ കൂടിയും ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം? ഇൻകം എന്ന് പറയാം, വരുമാനം. പിന്നെ നെക്സ്റ്റാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സസ് ഇൻകം ഓവർ റവന്യൂ ആണ്. എക്സസ് ഇൻകം ഓവർ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിലും കൂടുതൽ ഇൻകം വരികയാണെങ്കിൽ പ്രോഫിറ്റാണ്. അതായത് ചെലവിലും കൂടുതൽ വരുമാനമാണെങ്കിൽ പ്രോഫിറ്റാണ്, വരുമാനത്തിലും കൂടുതൽ ചെലവാണെങ്കിൽ എന്താണ്? ലോസും ആണ്. അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു ഗുഡ്സിനെ അല്ലെങ്കിൽ ആ ഒരു തിങ്സിനെയാണ് എന്ത് പറയുന്നത്? ഗുഡ്സ് എന്ന് പറയുക. ലൈങ് വിത്ത് എ ബിസിനസ് ഫോർ സെയിൽ ഓൺ എനി ഗിവൺ ഡേറ്റ് ആർ കോൾഡ്. ഏതെങ്കിലും ഒരു പീരീഡിൽ, ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ള അക്കൗണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും 2 ഡേറ്റ് ഉണ്ടാവും. അതിൽ ഫസ്റ്റിലി ബിസിനസ്സിൽ നിലനിൽക്കുന്ന വർഷത്തിൻ്റെ ആദ്യം തന്നെ ബിസിനസ്സിൽ ഉള്ള സ്റ്റോക്കിന് എന്ത് പറയാം? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. എന്നാൽ ഒരു വർഷത്തിൻ്റെ അവസാനം, ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണെങ്കിൽ അതിനെ എന്ത് പറയാം? നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ഇങ്ങനെ ഈ ഒരു ഗുഡ്സ് റെഫർ ചെയ്യുന്നത് അവിടെയുള്ള കമ്മോഡിറ്റിയാണ്. പ്രൊഡക്റ്റ് ആവാം, കമ്മോഡിറ്റി ആവാം. വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൽ നിൽക്കുന്ന ഗുഡ്സ് തിങ്സാണ് എന്ത്? ഗുഡ്സ് എന്ന് പറയുന്നത്. കമ്മോഡിറ്റി ആവാം. പിന്നെ അത് തന്നെയാണ് നമ്മൾ പർച്ചേസ്, സ്റ്റോക്ക്, ഇതൊക്കെ റിലേറ്റഡ് ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഈ ഗുഡ്സുകൾ വാങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? പർച്ചേസ് എന്ന് പറയാം. ബിസിനസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾ ഗുഡ്സ് എന്ന് പറയില്ല, ഫർണിച്ചറിന് മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ ബിസിനസ്സിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഗുഡ്സാണ്, തിങ്സാണ് വാങ്ങുന്നതെങ്കിൽ അതിനെന്ത് പറയാം? പർച്ചേസ് എന്ന് പറയാം. അതായത് ഗുഡ്സ് വാങ്ങുന്നതാണ് പർച്ചേസ്, ഗുഡ്സ് വിൽക്കുന്നതാണ് എന്ത്? സെയിൽ എന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റോക്കാണ്. സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു ഈ ഗുഡ്സും സ്റ്റോക്കും റിലേറ്റഡ് ആണ്. ഈ ഗുഡ്സ് ഓപ്പണിങ്ങിലാണെങ്കിൽ അത് ഓപ്പണിങ്ങിലുള്ള ഗുഡ്സിന് എന്ത് പറയാം? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ക്ലോസിങ്ങിലുള്ളതാണെങ്കിൽ എന്ത് പറയാം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. സ്റ്റോക്ക് lying with a business for sale on any given date are called സ്റ്റോക്ക്. ഏതെങ്കിലും ഒരു നിശ്ചിത പീരീഡിൽ ബിസിനസ്സിൽ ഉള്ള മൊത്തത്തിലുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയാം. പിന്നെ 2 ടേമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹു ഓസ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ആരാണോ കടപ്പെട്ടിരിക്കുന്നത് ആ പേഴ്സണിനെ എന്ത് പറയാം? ബിസിനസ്സിൻ്റെ ഡെപ്റ്റർ ആണെന്ന് പറയാം. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊടുക്കാനുള്ളത് അവരെയാണ് എന്ത് പറയുന്നത്? ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്രെഡിറ്റേഴ്സ്. എ പേഴ്സൺ ഹും ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് ആരോടാണോ കടപ്പെട്ടിരിക്കുന്നത് അവരെ എന്ത് പറയാം? ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഇത് ബിസിനസ്സിൽ നിന്നും ഒരു സ്ഥാപനത്തിൽ നിന്നും ആർക്കാണോ ക്യാഷ് കൊടുക്കാനുള്ളത് അവരെ എന്ത് പറയും? ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അപ്പം ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒരു സ്ഥാപനത്തിൻ്റെ ഫോക്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞ ബിസിനസ് എൻറ്റിറ്റിയാണ് അല്ലേ? ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടാണ് ചെയ്യുന്നത്. ആ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് ആരാണോ ക്യാഷ് തരാനുള്ളത് അവരാണ് ഡെപ്റ്റേഴ്സ്. ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ആർക്കാണോ കൊടുക്കാനുള്ളത് അവരാണ് ക്രെഡിറ്റേഴ്സ്. അത് ക്ലിയർ ആക്കുക. അപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് ഈ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഏതോ ഒന്ന് അസറ്റുമാണ്, ഒന്ന് ലയബിലിറ്റിയുമാണ്. നമുക്കതിൻ്റെ മീനിങ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ളവരെന്തായിരിക്കും എപ്പോഴും? അതൊരിക്കലും ബാധ്യതയല്ല. ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ അസറ്റാണ്, അത് കിട്ടാനുള്ള ക്യാഷാണ്. എന്നാൽ ബിസിനസ്സിൽ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ബാധ്യതയാണ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. അപ്പം ഡെപ്റ്റേഴ്സ് അസറ്റും ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയുമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഇതിൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസുകൾ. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് എന്താണെന്നും അതിൻ്റെ ഒരു ഡെഫിനിഷനും, എന്താണ് അക്കൗണ്ടിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പിന്നെ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും വരുന്ന ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്.
പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ, ഒരു 17 ടേംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ അസറ്റ്സ് ഒക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സൊക്കെ. അപ്പം ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്രയും ടേംസുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഓരോ ക്ലാസ്സുകളിലും വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.